മാന്നാർ എരമത്തൂർ ഭാഗത്തുള്ള കല എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഡോട്ടർ ഓഫ് ചേലപ്പൻ, മീനത്തേരിൽ ഹൗസ്. അപ്പം ഇങ്ങനെ ഒരു സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നുള്ളതും അവർ 2008-2009 കാലഘട്ടത്തിൽ ഇവിടുന്ന് മിസ്സിംഗ് ആണെന്നുള്ള ഒരു ഇൻഫർമേഷൻ ലഭിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ എൻക്വയറി സ്റ്റാർട്ട് ചെയ്ത് അത് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം നമ്മൾ സ്ഥിരീകരിച്ചതിന് ശേഷം അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിനൊരു മിസ്സിങ്ങിനൊരു FIR ഇടുന്നത്. അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടതിന് ശേഷം അത് മാന്നാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നെ നമ്മുടെ ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയ എൻക്വയറീസിൻ്റെ ഭാഗമായിട്ടും ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ടും ഈ കല എന്ന് പറയുന്ന സ്ത്രീ മർഡർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരുടെ ബോഡി ഇവിടെയുള്ള അവരുടെ ഹസ്ബൻഡായിരുന്ന അനിൽ എന്ന് പറഞ്ഞ ആളുടെ വീടിൻ്റെ സെപ്റ്റിക് ടാങ്കിലാണ് ഇട്ടേക്കുന്നുള്ള ഒരു ഇൻഫർമേഷൻ ബേസിലാണ് നമ്മളിന്ന് സെപ്റ്റിക് ടാങ്ക് തെരഞ്ഞത്, സെർച്ച് ചെയ്തത്. അപ്പം നമ്മളിപ്പോൾ FIR ഇടുന്നുണ്ട് മർഡർ കേസിന്. ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഫർദർ പ്രൊസീഡ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഫർദറായിട്ട് ഇൻഫർമേഷൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ 5 പേരാണുള്ളത്. അപ്പോൾ അവരെ ഈ മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായിട്ടാണ് കസ്റ്റഡി എടുത്തത്. അതെ, 5 പേരുള്ളത്. ഇല്ല, അത്രയും ഡീറ്റെയിൽസ് ഒന്നും നമുക്കിപ്പം സ്ഥിരീകരിച്ച് പറയാൻ മാത്രമായിട്ടില്ല. അത് പല രീതിയിലുള്ള കണക്ഷൻസ് ആണ്. അങ്ങനെ എല്ലാവരും തമ്മിൽ ഒരേ രീതിയിലുള്ള അറിയുന്ന ആൾക്കാരെന്നുള്ള രീതിയിലാണ്. അനിൽ എന്നാണ്. നമ്മൾ സംശയിക്കുന്നുണ്ട്. പിന്നെ അയാളെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് അല്ല, നമുക്കിപ്പോൾ സോഫാർ നമുക്ക് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലാണ്ട് വേറൊരു ഇഷ്യൂസും നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് നമ്മളിപ്പം മർഡറിന് FIR ഇടുന്നത്. പക്ഷേ നമുക്കത് എവിഡൻസ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. അത് ഉണ്ടാവാം. അതെ, ഉണ്ട്, എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല, സിറ്റുവേഷനല്ല. നമുക്കൊരു സ്ഥിരീകരിക്കാൻ പറ്റാത്ത ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇൻവെസ്റ്റിഗേഷനെ ഫർദറായിട്ട് ബാധിക്കും. അതെ മാഡം, ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇവർ പറഞ്ഞു വന്നിരുന്നത് ഒരു കഥ, അല്ലെങ്കിൽ ആ നാട്ടിൽ വന്നിരുന്ന ഒരു കഥ 15 വർഷങ്ങൾക്ക് 16 വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരാളുമായി പോയി സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തിട്ട് പോയി എന്നൊരു കഥയായിരുന്നു. അതിനുശേഷം പിന്നീട് ഇവരെ ബന്ധപ്പെട്ടിരുന്നു, അപ്പോൾ വിടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നായിരുന്നു പറഞ്ഞത്. പിന്നീട് പക്ഷേ അതിനുശേഷം വീണ്ടും അനിൽകുമാർ വിവാഹം കഴിക്കും. അങ്ങനെ ഒരു സംശയങ്ങളുടെ ഘട്ടമൊക്കെ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. അന്ന് പക്ഷേ ആരും തന്നെ പരാതി നൽകാനോ ഒന്നും തന്നെ തയ്യാറായിട്ടുണ്ടായിരുന്നു. നമുക്ക് ആക്ച്വലി ഇത് 15 കൊല്ലം മുന്നേ നടന്ന സംഭവം ആയതുകൊണ്ടും കൂടി നമ്മുടെ റെക്കോർഡ്സിൽ അങ്ങനെ ഒരു പരാതി കിട്ടിയതായിട്ടില്ല. അപ്പം കേസും രജിസ്റ്റർ ആയിട്ടില്ല. അപ്പോൾ ഇനി ആ കാലത്തിന് അങ്ങനെ ഒരു പരാതി റേസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം അത് ഫർദറായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ആക്ച്വലി അമ്പലപ്പുഴയാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത്. ഇങ്ങനെ ഒരു സ്ത്രീ മിസ്സിംഗ് ആണ്, കൊല ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് അവിടെയാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ അവിടെ നിന്നായിരുന്നു എൻക്വയറി നടത്തിയത്. അപ്പോൾ എൻക്വയറി അതിൻ്റെ സോഴ്സിൻ്റെ ഇൻഫർമേഷൻ്റെ സോഴ്സ് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം അത് ആ സോഴ്സിനെ ബാധിക്കും. അതുകൊണ്ട് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ നിഗമനം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് FIR ഇടുന്നത്. അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് ഈ പറഞ്ഞതുപോലെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്ന കാര്യമാണ്. ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇസ്രായേലിലാണെന്നാണ് നമ്മുടെ അറിവ്. എന്താണ് ഇല്ല, ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇത് ഈ പറയുന്ന പോലെ നമുക്ക് നോർമലി നമ്മളൊരു മർഡർ കേസിലോട്ട് എടുക്കുന്ന കുറേ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ എവിഡൻസുകളുണ്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, കോടതിയിൽ അഡ്മിസിബിൾ ആയിട്ടുള്ള. അപ്പം ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പം 15 കൊല്ലം കഴിഞ്ഞതിന് ശേഷമായിട്ടുള്ള കേസ് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഫോറൻസിക് എന്നുള്ള ഒരു സപ്പോർട്ടും പിന്നെ അതേപോലെ തന്നെ മറ്റേ വിറ്റ്നസ്സുകളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കുന്നത് നമ്മൾ അതിനകത്തൊരു ഡെഫിനറ്റായിട്ടൊരു ചാലഞ്ച് ഉണ്ട്. അതിൽ സംശയം. ഒരു കാര്യം കൂടി, അതായത് ഈ ഒരു വീട്ടിലാണ് ഈ
ബോഡി കൊണ്ടുപോയിട്ട് മറവ് ഈ ഒരു സെപ്റ്റിക് ടാങ്ക്. അതെ. അപ്പോൾ ഈ വീട്ടിലുള്ള മറ്റംഗങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ സ്വാഭാവികമായിട്ട്? അത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് ഈ പറഞ്ഞതുപോലെ ആ കറക്റ്റ് ദിവസം ഏതായിരുന്നു, അതേപോലെ തന്നെ അന്ന് അവിടെ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു എന്താ പറയുന്നത്, ഒരു കൺഫേംഡ് ആയിട്ട് എന്തെങ്കിലും പറയാൻ കഴിയും. അതെ, ആ സമയത്ത് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതെ അതെ അതെ, വിവരം കിട്ടിയിട്ട് കുറച്ചായി. ഇപ്പം ഞാൻ കറക്റ്റ് ഡേറ്റ് പറയുന്നില്ല, കുറച്ചായി. സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണോ അതോ അതിനകത്ത് എന്തെങ്കിലും ആ ഒരു കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ? കാരണം ഇത്രയും പഴക്കമുള്ള കേസ് അന്വേഷിക്കാൻ നമ്മൾ മുൻകൈ എടുക്കുന്നതിൻ്റെ ഒരു സാഹചര്യം എന്തായാലും അല്ല, അതിനൊരു സ്പെഷ്യൽ ടീം നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഇൻഫർമേഷൻ ഏറ്റവും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇൻഫർമേഷൻ കൂടുതൽ പുറത്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടാനുള്ള എവിഡൻസ് പോലും ചിലപ്പോൾ ഇല്ലാണ്ടായി പോകുന്നുള്ളൂ. അപ്പം നമ്മൾ വളരെ ചെറിയൊരു ടീമിനെ വെച്ചിട്ടാണ് അമ്പലപ്പുഴയിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്തത്. പിന്നെ ബാക്കിയുള്ളത് ഇപ്പം FIR ഇട്ടതിനും മറ്റേ ഇൻവെസ്റ്റിഗേഷൻ്റെ പർപ്പസിനും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടീം ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്തത്? നമുക്ക് അതിനകത്തേക്ക് കൃത്യമായി പോകാൻ പറ്റുന്നൊരു അത്രയും വെൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വിശ്വസനീയമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു. ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് പോയി, അതായത് പാലക്കാട്ടേക്ക് പോയി എന്നൊരു കഥയായിരുന്നു. പിന്നീട് അത്തരത്തിലുള്ള ബന്ധുക്കളടക്കം പറഞ്ഞ് പാലക്കാട് മറ്റൊരു ചെറുക്കാരനോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് വിളിച്ചിരുന്നു. ഈ പാലക്കാട് പോയി നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട് ഇവരവിടെ ഇല്ല എന്ന തരത്തിൽ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് വേറെ എവിടെയും ജീവിച്ചിട്ടുണ്ടോ? അതെ, നമുക്ക് കിട്ടിയ വേർഷൻസ് എല്ലാം നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫീൽഡിൽ എൻക്വയറി നമുക്ക് കിട്ടിയ വേർഷൻസ് എല്ലാം തന്നെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ അതൊന്നും ശരിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റൊരു കേസ് നിലവിലുള്ളത് കൊണ്ടാണ്, കേസ് നിലവിലുള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും എടുത്ത്. ഓ ശരി ശരി. അതെ, സഹോദരന്റെ ഭാര്യ പറയുന്നുണ്ട് പോയി കഴിഞ്ഞ് ആ മാസം തന്നെ പലതവണ വിളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൺഫർമേഷൻ ഉണ്ടോ? ഇല്ല, ആ കാര്യത്തിൽ കൺഫർമേഷൻ ഇല്ല. ഇതിലിപ്പോൾ വെച്ചാൽ നമുക്ക് ഇപ്പം ഈ പറഞ്ഞ നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ വളരെ പ്രിലിമിനറി സ്റ്റേജിലാണ്. അപ്പം ഈ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ 100% നോക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് ഉള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ പരമാവധി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിപ്പം ഈ മർഡറിന് FIR. അതാണ് പറഞ്ഞത്, ഞങ്ങളുടെ ഇപ്പോഴത്തെ അറിവിൽ വേറെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ട് നമ്മുടെ അറിവിൽ പെട്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവാം, പേഴ്സണൽ ഇഷ്യൂസ് ആണ് നമ്മുടെ അറിവിൽ പെട്ടിട്ടുള്ളത്. അതെ, അത് നമുക്ക് വലിയൊരു ആക്ച്വലി അത് വലിയൊരു പ്രൊസീജിയറാണ്, എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിന് കുറേ പേപ്പർ വർക്കും കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ബാക്കിയുള്ളത് ഈ പറഞ്ഞ പോലെ നമ്മുടെ എവിഡൻസ് കളക്ഷൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസിലോട്ട്. ഈ പറഞ്ഞ പോലെ 15 കൊല്ലം കഴിഞ്ഞ കേസായതുകൊണ്ടും അത് നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യുമ്പോൾ ട്രയലിനെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വേണം എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ടും വളരെ സ്പീഡിൽ ചെയ്യും വേണം. അപ്പോൾ അതെല്ലാം അത് ഇപ്പം പറയാൻ കഴിയില്ല. അതെ, അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടായിരിക്കും. നമ്മളുടെ അറിവിൽ കലാൻ തന്നെയാണ്. അതിനി ഫോറൻസിക് ലാബിലോട്ട് അയക്കണം. നമ്മൾ കൃത്യമായിട്ടൊരു ഫോർവേഡിംഗ് നോട്ട് നമ്മൾ തയ്യാറാക്കി അയക്കണം, എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു വർക്കാണ്. അപ്പോൾ അത് ചെയ്ത് നമ്മൾ ഫോറൻസിക് ലാബിലോട്ട് അയച്ച് അവിടെ നിന്ന് റിസൾട്ട് പല രീതിയിലുള്ള പങ്കുണ്ട്. അത് നമുക്ക് ആക്ച്വലി അവിടെ ക്രിമിനൽ ഹിസ്റ്ററി എടുത്ത് നോക്കിയതിന് ശേഷമേ പറയാൻ പോയി കഴിയുള്ളൂ. അതാ പറഞ്ഞു, അത് ഞാനിപ്പം അതിൻ്റെ ക്രിമിനൽ ഹിസ്റ്ററി എടുത്ത് കൃത്യമായിട്ട് അവരുടെ കേസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടേ പറയാൻ കഴിയുള്ളൂ. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫോറൻസിക് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ അത് കൃത്യമായിട്ട് അത് ബോഡി പാർട്സ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ബന്ധുക്കളായിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. അതാ പറഞ്ഞു, അത് ഫോറൻസിക് എക്സാമിനേഷന് ശേഷം അതും ഫോറൻസിക് എക്സാമിനേഷന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ.